ഹായ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഇന്ത്യൻ മൂവീസ് 2023 പാർട്ട് 2ലേക്ക് സ്വാഗതം. പാർട്ട് 1ന്റെ ലിങ്ക് മുകളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1ൽ ജനുവരി മുതൽ സെപ്റ്റംബർ 2023 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 15 ചിത്രങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 2വിൽ പാർട്ട് 1ൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ 2 ചിത്രങ്ങൾ പുരുഷപ്രേതം, പാച്ചുവും അത്ഭുത വിളക്കും കൂടാതെ 13 മറ്റ് ചിത്രങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ 30 ചിത്രങ്ങൾ, 15 എണ്ണം പാർട്ട് 1ലും 15 എണ്ണം പാർട്ട് 2വിലും. അതിൽ 10 മലയാള ചിത്രങ്ങൾ, 13 തമിഴ് ചിത്രങ്ങൾ, 1 കന്നഡ ചിത്രം, 2 തെലുഗു ചിത്രങ്ങൾ, 4 ഹിന്ദി ചിത്രങ്ങൾ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, പുരുഷപ്രേതം. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവെ വളരെ കുറച്ച് സിനിമകൾ മാത്രം ഇറങ്ങുന്ന ഒരു ജോണറാണ് ഡാർക്ക് കോമഡി. പുരുഷപ്രേതം എന്ന ഫിലിം ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ഫിലിമാണ്. ഒരു കുളത്തിൽ നിന്ന് ഒരു അജ്ഞാത ജഡം ലഭിക്കുകയും 2-3 ദിവസം വെയിറ്റ് ചെയ്തതിനു ശേഷം പോലീസ് അത് മറവ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ചിലർ ആ ജഡം അന്വേഷിച്ചെത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവവികാസങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ ഫിലിമിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇതിലെ കഥാപാത്രങ്ങൾ ഒന്നുകിൽ സ്ക്രീനിൻ്റെ ഇടതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്താണ് ക്ലോസപ്പ് ഷോട്ടുകളിൽ വരുന്നത്. നമ്പർ 2, പാച്ചുവും അത്ഭുത വിളക്കും. നമ്മൾ 90s കണ്ട നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ 2023ലേക്ക് പറിച്ചു നട്ടാൽ എങ്ങനെയിരിക്കുമെന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് പാച്ചുവും അത്ഭുത വിളക്കും. കൂടാതെ ഫഹദ് ഫാസിൽ ഒരു അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജിലേക്ക് തിരിച്ചു വന്ന ചിത്രം കൂടിയാണ് പാച്ചുവും അത്ഭുത വിളക്കും. 2023 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മികച്ച ഒരു ഫീൽ ഗുഡ് ഡ്രാമ. നമ്പർ 3, ചിത്ത. സമകാലിക സമൂഹത്തിൽ ഏറ്റവും അധികം പ്രസക്തിയുള്ള വിഷയങ്ങളിലൊന്നാണ് ചൈൽഡ് അബ്യൂസ്. ചൈൽഡ് അബ്യൂസ് എന്ന വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് അതേസമയം ഒരു ട്രൂ സ്റ്റോറിയെ ആധാരമാക്കി എടുത്ത സിനിമയാണ് ചിത്ത. ഈ സിനിമയുടെ മേക്കിംഗ് അത്യാവശ്യം റിയലിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇമോഷണലി കണക്റ്റ് ആവാൻ ഈസി ആയിരുന്നു. കൂടാതെ സിദ്ധാർത്ഥ് എന്ന നടൻ്റെ മികച്ച പെർഫോമൻസും ചിത്തയെ നല്ലൊരു സിനിമ അനുഭവമാക്കി മാറ്റി. നമ്പർ 4, മിഷൻ റാണിഗഞ്ച്. 2023 പുറത്തിറങ്ങിയ നല്ല സിനിമകളിൽ എനിക്ക് ഏറ്റവും അധികം അണ്ടർ റേറ്റഡായി തോന്നിയ ഒരു ഫിലിമാണ് മിഷൻ റാണിഗഞ്ച്. 1989 വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ചിൽ നടന്ന കോൾമൈൻ ദുരന്തവും തുടർന്ന് മൈനിങ് എഞ്ചിനീയർ ജസ്വന്ത് സിംഗ് ഗിൽ നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷനുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അക്ഷയ് കുമാറിൻ്റെ ഈ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. നമ്പർ 5, ഇറുകപ്പട്ട്. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു മികച്ച ഫീൽ ഗുഡ് ഡ്രാമ. വിവാഹ ബന്ധങ്ങളെക്കുറിച്ചുള്ള കഥയാണ് സിനിമ പറയുന്നത്. 3 കപ്പിൾസിൻ്റെ കഥ. വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിവാഹം കഴിച്ചവർക്കും കുറേയധികം മെസ്സേജുകൾ ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ നൽകുന്നുണ്ട്. നമ്പർ 6, 12th ഫെയിൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മോട്ടിവേഷണൽ ഡ്രാമകൾ തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഹൃതിക് റോഷൻ്റെ സൂപ്പർ 30, അക്ഷയ് കുമാറിൻ്റെ ബാറ്റ്മാൻ, സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി. ആ നിരയിലേക്ക് വെക്കാൻ പറ്റിയ ഒരു മികച്ച മോട്ടിവേഷണൽ ഡ്രാമയാണ് 12th ഫെയിൽ. 12ാം ക്ലാസ് ഫെയിലായ ഒരാൾ എങ്ങനെയാണ് IPS നേടുന്നത് എന്ന കഥയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. നമ്പർ 7, ഗരുഡൻ. 2023 മലയാളത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച സസ്പെൻസ് ത്രില്ലറാണ് എന്നെ സംബന്ധിച്ച് ഗരുഡൻ. സുരേഷ് ഗോപിയുടെയും ബിജു മേനോന്റെയും മികച്ച പ്രകടനങ്ങൾ, മിഥുൻ മാനുവൽ തോമസിന്റെ ഗംഭീര തിരക്കഥ, കൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ ചില ലോ പോയിന്റുകൾ. ഈ കാരണങ്ങൾ ഗരുഡനെ ഒരു മികച്ച ത്രില്ലർ അനുഭവമാക്കി മാറ്റുന്നു. നമ്പർ 8, ജിഗർ താണ്ട XX. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ സിനിമക്കുള്ളിലെ സിനിമ കൊണ്ട് ഇത്രയും ഗംഭീരമായ പൊളിറ്റിക്സ് പറഞ്ഞ ഒരു സിനിമ വേറെ ഉണ്ടാവില്ല. കൂടാതെ SJ സൂര്യ എന്ന അതികായനെ കടത്തിവെട്ടുന്ന രാഘവ ലോറൻസിന്റെ പെർഫോമൻസ് കൂടിയാകുമ്പോൾ 2023 ഏറ്റവും മികച്ച സിനിമാ അനുഭവങ്ങളിൽ ഒന്നാകുന്നു ജിഗർ താണ്ട XX. നമ്പർ 9, കിട. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മറ്റൊരു മികച്ച ഫീൽ ഗുഡ് ഡ്രാമ. റൂറൽ തമിഴ്നാടിൻ്റെ നന്മയും നിഷ്കളങ്കതയും 2-2.5 മണിക്കൂർ സമയത്തേക്ക് പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന മികച്ച ഫീൽ ഗുഡ് അനുഭവം. നമ്പർ 10, ഫാലിമി. ഫാലിമി ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണ്, അതേസമയം ഒരു റോഡ് മൂവി കൂടിയാണ്. മലയാളത്തിൽ അധികമൊന്നും പരീക്ഷിക്കാത്ത ഒരു ജോണറാണ് റോഡ് മൂവി. തിരുവനന്തപുരം മുതൽ വാരണാസി വരെയുള്ള ഒരു കുടുംബത്തിൻ്റെ യാത്രയിൽ സന്തോഷവും സങ്കടവും ഒക്കെ ചേർത്ത് പ്രേക്ഷകന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ കിട്ടിയത് 2023 ഏറ്റവും മികച്ച ഫാമിലി എൻ്റർടൈനറുകളിൽ ഒന്നാണ്. നമ്പർ 11, ആനിമൽ. 2023 ഏറ്റവും വയലൻ്റായ ഒരു സിനിമ അനുഭവം. സന്ദീപ് റെഡ്ഡി വാങ്ക എന്ന സംവിധായകൻ രൺബീർ കപൂർ എന്ന സൂപ്പർ സ്റ്റാറിനെ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കാണിച്ച ഒരു സിനിമ, അതാണ് ആനിമൽ. നമ്പർ 12, പാർക്കിംഗ്. മലയാളത്തിൽ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ്.
ഈ സിനിമകൾക്ക് ശേഷം തമിഴിൽ പുറത്തിറങ്ങിയ ഈഗോ ക്ലാഷ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലിമാണ് പാർക്കിംഗ്. ഒരു മധ്യവയസ്കനും യുവാവും തമ്മിലുള്ള പാർക്കിംഗ് റിലേറ്റഡ് ആയുള്ള ഒരു ഈഗോ ക്ലാഷ് പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമാ അനുഭവം. നമ്പർ 13 ഹായ് നാന, തെലുഗുവിൽ നിന്നുള്ള ഒരു മികച്ച ഫീൽ ഗുഡ് ഡ്രാമ. ഒരച്ഛൻ മകളോട് അമ്മയെക്കുറിച്ചുള്ള കഥ പറയുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. തെലുഗുവിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആക്ടർ നാനി, ഒറിജിനൽ നാഷണൽ ക്രഷ് എന്ന് വിളിക്കാൻ കഴിയുന്ന മൃണാൽ ഠാക്കൂർ, മലയാളത്തിന്റെ സ്വന്തം ജയറാം, ഇവർ ഒന്നിച്ച ഈ സിനിമ പ്രേക്ഷകന്റെ കണ്ണും മനസ്സും നിറക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു മികച്ച ഫീൽ ഗുഡ് ഡ്രാമയാണ്. നമ്പർ 14 നേര്. നമ്മൾ പല ഭാഷകളിൽ ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞ പലതരം കോർട്ട് ഡ്രാമകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു ട്വിസ്റ്റും സസ്പെൻസും ഇല്ലാതെ 2-2.5 മണിക്കൂർ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് നേര്. കൂടാതെ മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസിലേക്കുള്ള ഗംഭീര തിരിച്ചുവരവും. നമ്പർ 15 സലാർ. കുറേയധികം മിക്സ്ഡ് റിവ്യൂകൾ വന്ന പടമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് സലാർ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രശാന്ത് നീൽ ഒരുക്കിയ ഖാൻസാർ എന്ന ലോകത്തിലേക്ക് പ്രഭാസിന്റെ ദേവയും പൃഥ്വിരാജിന്റെ വരദരാജ മന്നാറും കടന്നു വന്നപ്പോൾ എന്നിലെ പ്രേക്ഷകന് ലഭിച്ചത് 2023 ഏറ്റവും മികച്ച ആക്ഷൻ ഡ്രാമയാണ്.